ആദ്യമായി വിമാനയാത്രയ്ക്ക് ഒരുങ്ങുകയാണോ നിങ്ങൾ? എന്നാൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട 4 പ്രധാനപ്പെട്ട ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഡോക്ടർ ജിഷ മേരി, ഹോമിയോ ഡോക്ടറും സൈക്കോളജിസ്റ്റുമാണ്. ഒന്നാമതായിട്ട് ആങ്സൈറ്റി അഥവാ ഭയമാണ്. ഇത് യാത്രയെക്കുറിച്ചുള്ളതാകാം, അല്ലെങ്കിൽ ക്ലോസ്ട്രോഫോബിയ എന്ന രോഗാവസ്ഥയാകാം. അതായത് അടഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലത്ത്, ഇവിടെ ആ വിമാനത്തിൻ്റെ ക്യാബിനിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് ക്ലോസ്ട്രോഫോബിയ എന്നറിയപ്പെടുന്നത്. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള, പൊതുവെ എന്തിനോടൊരു അല്പം ഭയമുള്ള ആളുകളിൽ ആങ്സൈറ്റി കാണാൻ സാധ്യതയുണ്ട്. ഇത് ശക്തമായ തലവേദനയിലേക്കും തലകറക്കത്തിലേക്കും ഛർദിലേക്കും നയിക്കാം. അടുത്തതായിട്ട് ചെവിക്കുണ്ടാകുന്ന വേദനയാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഇത് കാണപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാവരിലും ഇത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വിമാനത്തിൻ്റെ ഉള്ളിലെ പ്രഷർ അല്ലെങ്കിൽ അന്തരീക്ഷത്തിൻ്റെ മർദ്ദ വ്യതിയാനങ്ങളാണ് ഇതിന് കാരണം. നിർജ്ജലീകരണം അഥവാ ഡീഹൈഡ്രേഷൻ മറ്റൊരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നുണ്ട്. ക്യാബിനുള്ള ഡ്രൈ എയർ അഥവാ വരണ്ട അന്തരീക്ഷമാണ് ഇതിന് കാരണം. ഗ്യാസ് ആണ് അടുത്ത വില്ലൻ. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ വയറിനകത്ത് പ്രവേശിച്ച ഗ്യാസ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതോടുകൂടി വയറ് വല്ലാതെ വീർക്കുന്നതിനും ബ്ലോട്ടിംഗ് അഥവാ അസ്വസ്ഥതയ്ക്കും കാരണമാകാം. തീർച്ചയായിട്ടും ഒരേ പൊസിഷനിൽ തന്നെയുള്ള ആ ഇരിപ്പും അതുകൊണ്ടും ശരീരവേദനയും ചിലപ്പോൾ പേശീവേദനയും ഒക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. കുറച്ചുകൂടി ഗുരുതരമായിട്ട് നമ്മുടെ കാലുകളിലെ രക്തക്കട്ടകൾ ഫോം ചെയ്ത് ഡീപ്പ് വെയിൻ ട്രോംബോസിസ് അഥവാ DVT എന്ന രോഗാവസ്ഥയ്ക്കും കാരണമാകാറുണ്ട്. ആങ്സൈറ്റിയും ഗ്യാസും ശ്വാസതടസ്സം പോലെയുള്ള ഗുരുതരമായ ബുദ്ധിമുട്ടുകളിലേക്ക് നമുക്ക് നയിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അല്പം ആസ്മാറ്റിക് ടെൻഡൻസിയോ അലർജിയോ ഒക്കെ ഉള്ള ആളുകൾ അല്പം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ആദ്യമായി ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഇഷ്യൂസ് മാനേജ് ചെയ്യാനായിട്ട് ഇനി പറയുന്ന കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഫസ്റ്റ് ഓഫ് ഓൾ, വിമാനയാത്രയുടെ തീയതി കൃത്യമായിട്ട് മനസ്സിലാക്കിയ ശേഷം പുറപ്പെടുന്ന സമയം, എത്തുന്ന സമയം എന്നിവ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് മനസ്സിലാക്കി വെക്കുക. വളരെ നേരത്തെ തന്നെ കൊണ്ടുപോകേണ്ട സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ അനാവശ്യമായ ടെൻഷൻ ഒഴിവാക്കാം. രേഖകളെല്ലാം കൃത്യമായി കയ്യിൽ വെക്കുക. എന്തെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവർ ആണെങ്കിൽ നേരത്തെ തന്നെ ഡോക്ടറെ കണ്ട് അവ കരുതുകയും അവയുടെ പ്രിസ്ക്രിപ്ഷനും ബില്ലും സൂക്ഷിക്കുകയും വേണം. മരുന്നുകൾ ഹാൻഡ് ബാഗിൽ തന്നെ വെക്കുകയാണ് നല്ലത്. അത്യാവശ്യ സന്ദർഭങ്ങളിൽ എടുത്തുപയോഗിക്കാൻ അത് സഹായിക്കും. ഇനി സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിൽ യാത്രയ്ക്ക് മുൻപ് ആ മരുന്നുകൾ കഴിച്ചു എന്ന് ഉറപ്പുവരുത്തണം. യാത്രയ്ക്ക് 2-3 മണിക്കൂർ മുൻപ് തന്നെ വിമാനത്താവളത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ്. അനാവശ്യമായ ആങ്സൈറ്റി കുറയ്ക്കാനായിട്ടത് സഹായിക്കും. ആദ്യത്തെ യാത്രയാണെങ്കിൽ ആരെയെങ്കിലും കൂടെ കൂട്ടുന്നത് നല്ലതാണ് കേട്ടോ. അതല്ല ഇനി ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ തൊട്ടടുത്ത സീറ്റിലുള്ളവരുമായോ അല്ലെങ്കിൽ ക്യാബിൻ ക്രൂവുമായിട്ടോ കഴിയുന്നതും യാത്ര പുറപ്പെടുന്നതിന് മുൻപ് ഫ്രീ ആയിട്ട് ഒന്ന് സംസാരിക്കാനായി ശ്രദ്ധിക്കുക. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളോ, പ്രത്യേകിച്ച് ഈ ഫ്ലൈറ്റ് ക്രാഷ്, വിമാന അപകടങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ കഴിയുന്നതും ഈ യാത്രയ്ക്ക് മുൻപ് ചർച്ച ചെയ്യുകയോ കാണാതിരിക്കുകയോ ചെയ്യുക. ശുഭാപ്തി വിശ്വാസത്തോടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുമെന്നും നല്ല യാത്രയായിരിക്കുമെന്നും മനസ്സിൽ പറഞ്ഞുറപ്പിക്കുക. നല്ല സുഹൃത്തുക്കളുമായി വിമാനയാത്രയെപ്പറ്റി മനസ്സ് തുറന്ന് സംസാരിക്കുന്നതും വളരെ നല്ലതാണ്. കൂടുതൽ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വസ്തനായ ഡോക്ടറുമായോ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ വിദഗ്ധനുമായോ സംസാരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും വളരെ നല്ലതാണ്. വിമാനത്തിൽ കയറുമ്പോൾ തന്നെ നല്ല കട്ടിയുള്ള, നമ്മുടെ തലയും ചെവിയും ശരിക്കും കവർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജാക്കറ്റോ സ്വെറ്ററോ ധരിക്കുന്നത് വളരെ നല്ലതാണ്. ക്യാബിനുള്ളിലെ AC തണുപ്പ് ചിലപ്പോൾ എല്ലാവർക്കും ഒരേപോലെ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലെങ്കിൽ സുഖകരമായി തോന്നിയെന്ന് വരില്ല. പ്രത്യേകിച്ച് ജലദോഷം, തുമ്മൽ, പനി, കഫക്കെട്ട്, സൈനസൈറ്റിസ്, ആസ്മ, അലർജി അസുഖങ്ങളുള്ളവർക്ക് എന്തെങ്കിലും കാരണവശാൽ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നയിക്കും. അതുകൊണ്ട് ജാക്കറ്റ് കരുതുന്നത് നല്ലതാണ്. മനസ്സിൻ്റെ സ്ട്രെസ് കുറയ്ക്കാനായി പാട്ട് കേൾക്കുന്നതോ നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഷ്ടമുള്ള പരിപാടികളോ സിനിമകളോ ആസ്വദിക്കുന്നതും നല്ലതാണ്. ഒരു തെറാപ്പിസ്റ്റിൻ്റെ സഹായത്തോടെ മ്യൂസിക് തെറാപ്പിയുടെ സിഗ്നൽസ് ഫോണിൽ പ്ലേ ചെയ്യുവാനായിട്ട് റെഡിയാക്കി വെക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ്, മെഡിറ്റേഷൻ എന്നിവ മനസ്സിലാക്കിയിരിക്കുന്നതും അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടാറുണ്ട്. ഗ്യാസ് പ്രോബ്ലം ഒഴിവാക്കാനായിട്ട് വളരെ മിതമായ വെജിറ്റേറിയൻ ഭക്ഷണം യാത്രയ്ക്ക് മുൻപ് കഴിക്കാനായി ശ്രദ്ധിക്കുക. പയർവർഗ്ഗങ്ങൾ, പരിപ്പ്, ഉരുളക്കിഴങ്ങ് തുടങ്ങിയവ കഴിവതും ഒഴിവാക്കുക. ഒത്തിരി സ്പൈസി ആയിട്ടുള്ള ഭക്ഷണവും ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം. ധാരാളം വെള്ളം കുടിക്കുന്നത് ഡീഹൈഡ്രേഷൻ തടയാൻ നല്ലതാണെന്ന് നമുക്കറിയാം. ചെവിയിൽ ചെറിയ കോട്ടൺ പീസുകൾ വെക്കുന്നത് ക്യാബിനിലുണ്ടാകുന്ന മർദ്ദ വ്യതിയാനം കൊണ്ടുണ്ടാകുന്ന ചെവി വേദന തടയാനായിട്ട് നല്ലതാണ്. മിഠായി പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് എപ്പോഴും ഇങ്ങനെ ഇടവിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. അതുപോലെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ ചെവി വേദന കൊണ്ട് കുട്ടികൾ ഉറക്കെ കരയാറുണ്ട്.
കഴിയുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ ഉറങ്ങാതെ നോക്കുക എന്നുള്ളതാണ്. ആ സമയം വരെ അവരെ ഫീഡ് ചെയ്യുകയും ചെയ്യാം. അത് ചെവിവേദന തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഡോക്ടറോട് സംസാരിച്ചിട്ട് അത്യാവശ്യം വേദന സംഹാരികൾ എന്തെങ്കിലും കയ്യിൽ വെച്ചാൽ കുഞ്ഞുങ്ങളെ കൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ വലിയ കരച്ചിൽ നമുക്ക് ഒഴിവാക്കാനാകും. ചെറിയ ചൂടുവെള്ളം ഇടയ്ക്കിടെ സിപ്പ് ചെയ്ത് കുടിക്കുന്നത് നല്ലതാണ്. സീറ്റ് ബെൽറ്റ് റിമൂവ് ചെയ്യാനുള്ള അറിയിപ്പ് ലഭിച്ചാൽ, അതായത് നമുക്ക് എഴുന്നേറ്റ് നടക്കാം എന്ന് ക്യാബിൻ ക്രൂവിൻ്റെ അറിയിപ്പ് വന്നാൽ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുന്നേറ്റ് നടക്കാനായിട്ട് ശ്രദ്ധിക്കുക. പേശിവേദന കുറയ്ക്കാനും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകാതിരിക്കാനും അതുപോലെ ഗ്യാസ് വയറിൽ ഫോം ചെയ്തുണ്ടാകുന്ന ആ ബ്ലോട്ടിംഗ് തടയാനും ഒക്കെ ഇതൊരു പരിധി വരെ സഹായിക്കും. മോഷൻ സിക്നസ് ഉള്ളവർ വിൻഡോ സീറ്റ് തന്നെ ആദ്യമേ സെലക്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. പുറത്തേക്കുള്ള ആ കാഴ്ചകൾ നോക്കിയിരുന്നാൽ മോഷൻ സിക്നസ്സിന് ഒരു പരിധി വരെ കുറവുണ്ടാവും. കഴിയുന്നതും അഴഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി വിമാനത്തിനുള്ളിലെ ഓക്സിജന്റെ സാച്ചുറേഷൻ പൊതുവെ കുറവായിരിക്കും. അതുകൊണ്ട് അത് നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവിനെ ബാധിക്കാനും നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം കുറച്ച് കൂടാനും കാരണമാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസുകൾ പരിശീലിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ പേരും അഡ്രസ്സും ബ്ലഡ് ഗ്രൂപ്പും വളരെ ചുരുക്കത്തിൽ എഴുതിയ നമ്മുടെ രോഗവിവരങ്ങളും കഴിക്കുന്ന മരുന്നുകളുടെ പേരുകൾ എഴുതിയ ഒരു സ്ലിപ്പും നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. എന്തെങ്കിലും കാരണവശാൽ നമ്മൾ പെട്ടെന്ന് ബോധരഹിതരായാൽ മെഡിക്കൽ ഹെൽപ്പ് നൽകുന്നതിന് അത് സഹായിക്കും. നേരത്തെ ഹൃദയ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളവരിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഒട്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ഇതുപോലെ ചെയ്താൽ വളരെ സേഫായി സന്തോഷത്തോടെ നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനായിട്ട് സാധിക്കും. ഇനി യാത്രക്കിടയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും നമ്മെ സഹായിക്കാനായിട്ട് വളരെ പരിശീലനം ലഭിച്ച ക്യാബിൻ ക്രൂ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഒട്ടും മടിക്കാതെ അവരോട് നേരത്തെ തന്നെ കാര്യം പറയാം. മാത്രമല്ല ഫ്ലൈറ്റിൽ ജീവൻ രക്ഷാമരുന്നുകളും മറ്റ് മെഡിക്കൽ ഉപകരണങ്ങളും അവൈലബിൾ ആയിരിക്കും. ഒരു ഡോക്ടറോ നഴ്സോ ഉണ്ടെങ്കിൽ അവരുടെ സഹായത്തോടെ വിദഗ്ധ ചികിത്സ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ലക്ഷ്യസ്ഥാനത്ത് നിങ്ങളെ കാത്ത് മെഡിക്കൽ ടീം സജ്ജമായിരിക്കും. അവരുടെ സഹായത്തോടെ വളരെ പെട്ടെന്ന് തന്നെ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരാനായിട്ട് അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പോൾ ഇനി സന്തോഷത്തോടെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യല്ലേ. ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയവുമായിട്ട് ഇനിയും കണ്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് ഡോക്ടർ ജിഷ മേരി.